പല മരം കണ്ട തച്ചൻ ഒരു മരവും വെട്ടില്ല എന്നൊരു പഴഞ്ചൊല്ലുണ്ട് കേട്ടോ. ഇച്ചിരി പറയാൻ പ്രയാസമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ സ്ലോയിൽ പറഞ്ഞത്. സിംപിളി നമ്മൾ പഴമക്കാർ വീണ്ടും പറയാറുണ്ട്, എന്താ പറയുക, ഒരേ നിലത്തിൽ കുഴിച്ചാലേ നമുക്ക് വെള്ളം ലഭിക്കൂ എന്നുള്ളത്. അപ്പോൾ ഒരു നിലം പലയിടങ്ങളിൽ നമ്മൾ പല കുഴികൾ കുഴിച്ചുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ കുറച്ച് കുഴിക്കുക, ഇപ്പുറത്ത് കുറച്ച് കുഴിക്കുക, അപ്പുറത്ത് കുറച്ച് കുഴിക്കുക എന്ന് പറയുന്ന പോലെ ഷെയർ മാർക്കറ്റിലും നമ്മൾ ട്രേഡിങ്ങിന് ഒരു പെർട്ടിക്കുലർ പാറ്റേൺ ഫോളോ ചെയ്തില്ലെങ്കിൽ നമ്മളൊരു പ്രൊഫഷണലായിട്ട് മാറത്തില്ല. ഒരു പ്രൊഫഷണൽ എപ്പോഴും അധികം കാര്യങ്ങൾക്കൊന്നും പോകത്തില്ല. നമ്മൾ ഇതിന് തൊട്ട് മുന്നേ 1-2 വീഡിയോസിന് മുന്നേ ഞാൻ ഡെഫിനറ്റീവായിട്ടുള്ള കുറച്ച് സ്റ്റോക്സ് മാത്രം നിങ്ങൾ ഫോളോ ചെയ്തിട്ട് റാൻഡമായിട്ട് ഓരോ ദിവസവും ഓരോ സ്റ്റോക്ക്, ഓരോ ഇൻസ്ട്രുമെൻ്റ് അങ്ങനെയൊന്നും പോകാണ്ട് പലരും ഡെഫിനറ്റീവായിട്ടുള്ള ഒരേ തരം സ്റ്റോക്ക്, ഒരു 4-5 സ്റ്റോക്സ് അവർ ഫോളോ ചെയ്യും. ആ സ്റ്റോക്സിനെ തന്നെ അവർ മാറി ഓപ്പർച്യൂണിറ്റി ബേസിസിൽ ഇൻട്രാഡേയോ പൊസിഷനിലോ സ്വിങ്ങോ ഒക്കെ ഇങ്ങനെ അവർ മാറി ട്രേഡ് ചെയ്യാൻ ശ്രമിച്ചിട്ട് അതിലൂടെ അവർക്കൊരു എഡ്ജ് കണ്ടെത്തി അവരൊരു കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നതിനെ പറ്റിയിട്ടും അത് എങ്ങനെ ചെയ്യാം എന്നൊക്കെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ കാണുക. ഫസ്റ്റ് ഇവിടെ ഞാൻ പറയാൻ പോകുന്നത്, നമ്മൾ സ്റ്റോക്സ് പലതരത്തിലല്ലാണ്ട് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്സിന് മാതിരി തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്ട്രാറ്റജീസും നമ്മൾ ഫോളോ ചെയ്യണം. അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരു ദിവസം ബൈ ചെയ്യുക, ഇനി ഒരു ദിവസം സെല് ചെയ്യുക, ഒരു ദിവസം നമ്മൾ ഓരോ സമയത്ത് കോൾ ഓപ്ഷൻ നമ്മളുടെ തോന്നലുകൾ അനുസരിച്ചിട്ട് മാർക്കറ്റിൽ ഇതാ ഇങ്ങനെ കയറുന്നു ഉടനെ കോൾ ഓപ്ഷൻ വാങ്ങാം, മാർക്കറ്റ് ഇതാ ഇറങ്ങുന്നു ഉടനെ പുട്ട് ഓപ്ഷൻ വാങ്ങാം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് സ്റ്റോക്സിൻ്റെ കേസിൽ വരുമ്പോൾ ഇത് കയറാൻ സാധ്യതയുണ്ട്, അപ്പോൾ ഇത് കുറച്ചൊന്ന് വാങ്ങി വെക്കാം, ഇതിപ്പോൾ വിൽക്കാം. ഇങ്ങനെ എന്താ പറയുക, ഒരു ഇറാഷണലായിട്ടുള്ള ഒരു തരത്തിലും ഒരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാത്ത ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്ട്രാറ്റജി മാത്രം, ഇപ്പോൾ ബൈ ആണെങ്കിൽ ബൈ മാത്രം ഫോളോ ചെയ്യുന്നവരുണ്ടാവും. അതിന് വേണ്ടിയിട്ട് നല്ലപോലെ എക്സ്പെർട്ടൈസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അവർ ബൈ ചെയ്യാൻ കൺസിസ്റ്റൻ്റ്. ഇപ്പം നിങ്ങൾ ഓപ്ഷൻ ബയ്യർ തന്നെ ആയിക്കോട്ടെ, ഏറ്റവും റിസ്ക് എലമെൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ബൈയിങ് തന്നെ ആയിക്കോട്ടെ, അതിൽ തന്നെ നിങ്ങൾ കൃത്യമായിട്ടും ഒരുപാട് നാൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ ബൈയിങ്ങിന് നിങ്ങളുടേതായിട്ടുള്ള ഒരു സെറ്റപ്പ് ഉണ്ടായിരിക്കും, നിങ്ങളുടേതായിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടായിരിക്കും, നിങ്ങളുടേതായിട്ടുള്ള ഒരു എൻട്രി ലെവൽ ഉണ്ടായിരിക്കും, നിങ്ങൾക്കൊരു സ്റ്റോപ്പ് ലോസ് റേഞ്ച് ഉണ്ടായിരിക്കും, ടാർഗറ്റ് റേഞ്ചും ഉണ്ടായിരിക്കും. ഇത്രയും കാര്യങ്ങളൊക്കെ ഒരു ഞൊടിയിടയിൽ നിങ്ങളുടെ ബ്രെയിനിനുള്ളിൽ എന്താ പറയുക, ആക്ഷൻ പ്ലാൻ റെഡിയാകുന്ന ഒരു സ്ട്രാറ്റജിസ്റ്റ് ആയിട്ട് നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ സ്റ്റോക്ക് അല്ല നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്, സ്ട്രാറ്റജി. സെയിം തിങ് തന്നെ മൾട്ടിപ്പിൾ സ്ട്രാറ്റജീസിൽ പോകാതെ സ്ട്രാറ്റജിയിൽ തന്നെ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് 1 അല്ലെങ്കിൽ 2 സ്ട്രാറ്റജി മാത്രം ഫോളോ ചെയ്ത് മന്ത്ലി ആണെങ്കിലും അല്ലെങ്കിൽ ഇൻഡെക്സസ് ഒക്കെ ഇപ്പോൾ നിഫ്റ്റി പോലുള്ളതൊക്കെ വീക്ക്ലി സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ ഇക്വിറ്റീസൊക്കെ ആണെങ്കിൽ മന്ത്ലി സ്ട്രാറ്റജീസൊക്കെ ഫോളോ ചെയ്യാൻ നമുക്ക് 1-2 സ്ട്രാറ്റജീസ് നമുക്ക് പരിചയപ്പെടാം. അത് പരിചയപ്പെടുകയും നിങ്ങൾ അതേ സ്ട്രാറ്റജി നിങ്ങൾ അത് ഫോളോ ചെയ്യണം നിർബന്ധമില്ല. ഞാൻ ഫോളോ ചെയ്യുന്ന മെത്തഡോളജി, ഇവിടെ ഒരു ട്രേഡർ എന്നുള്ള നിലയ്ക്കാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഞാൻ ഇതിനെ ഒരു എന്താ പറയുക, ഒരു ടോപ്പിക്കിൻ്റെ വക്താവായിട്ടല്ല ഞാനിരിക്കുന്നത്. ഞാൻ എൻ്റെ ഒരു സ്വന്തം എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്ന ഒരു ട്രേഡർ എന്നുള്ള ആസ്പെക്റ്റിലാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ട്. സത്യമായിട്ട് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഫോളോ ചെയ്യുന്ന ഓപ്ഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് സ്ട്രാങ്കിൾ സ്ട്രാറ്റജിയാണ്. ഈവൻ സ്ട്രാഡിൽ പോലുമല്ല, അതും ഷോർട്ട് സ്ട്രാങ്കിളാണ്. ഷോർട്ട് സ്ട്രാങ്കിൾ ബേസിക്കലി എന്താണ് എൻ്റെ ഇൻസ്ട്രുമെൻ്റ്? ഒരിക്കലും അത് ഇൻഡെക്സസ് അല്ല, ഇക്വിറ്റി ഓപ്ഷൻസിലാണ് ഞാൻ സ്ട്രാങ്കിൾസ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഒരു കമ്മോഡിറ്റി അത് സ്ഥിരമായിട്ട് കഴിഞ്ഞ ഏതാണ്ട് 4-5 മാസക്കാലത്തോളം ഞാൻ സ്ഥിരമായിട്ടും ഫോളോ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട് കമ്മോഡിറ്റിയിൽ, അത് നാച്ചുറൽ ഗ്യാസ്. അത് നാച്ചുറൽ ഗ്യാസിൻ്റെ പ്രത്യേകതയല്ല, ആ സ്ട്രാറ്റജി അതിനകത്ത് ഞാൻ യൂസ് ചെയ്യുന്ന ഒറ്റ സ്ട്രാറ്റജിയേ ഉള്ളൂ, സ്ട്രാങ്കിൾ സ്ട്രാറ്റജി. അത് തന്നെയാണ് ഞാൻ ഈക്വിറ്റീസിലും ഫോളോ ചെയ്ത് നല്ല കൺസിസ്റ്റൻസി എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നാൽ അതിൽ ലോസ് വന്നിട്ടില്ല എന്ന് ചോദിച്ചാൽ 100% ലോസും വന്നിട്ടുണ്ട്. ബട്ട് കമ്പാരിറ്റീവ്ലി ഈ കഴിഞ്ഞ് പോയ ഇപ്പോൾ റീസെൻ്റ്ലി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഫിനാൻഷ്യൽ ഇയർ ഐ എം ഫുള്ളി ഇൻ പ്രോഫിറ്റ് only because of that only one strategy that I am trying to get mastered in. അപ്പോൾ അത്തരം ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും അതിൽ ഗുണകരമാകും.
പ്രൊവൈഡഡ് ഇതിന് നമുക്ക് മിനിമം ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് കുറഞ്ഞ പക്ഷം നിങ്ങൾ ഒരു ലെഗ് ഡിപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി ഡിപ്ലോയ്മെൻറ്റിന് ഏതാണെങ്കിലും ഇപ്പോൾ ഇക്വിറ്റി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇൻഡെക്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കമോഡിറ്റീസ് ആയിക്കോട്ടെ നമ്മൾക്ക് റിക്വയർഡ് ക്യാപിറ്റൽ പ്ലസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടുന്ന ക്യാപിറ്റലും കൂടെ ചേർത്ത് നമുക്ക് എങ്ങനെ പോയാലും ഒരു 2 lakhs റിക്വയർമെൻറ്റ് നമുക്ക് ആവശ്യം വരും. ഏറ്റവും കുറഞ്ഞ തോതിൽ നിങ്ങളിത് ചെയ്യുവാണെങ്കിൽ, കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കിത് വേണ്ടി വരും. ഒരു പോയിൻറ്റ്. രണ്ടാമത്തെ പോയിൻറ്റ്, നിങ്ങൾ അനാവശ്യമായ രീതിയിൽ നമ്മൾക്ക് ഓവർ സ്ട്രെസ് ഇല്ല, നമുക്ക് സ്ട്രെയിൻ ഇല്ല, നമുക്ക് പതുക്കെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയാൽ മതി. ഒരിക്കലും ഒരു മാസം നമുക്ക് മിനിമം ട്രേഡ് മാക്സിമം റിസൾട്ട് എന്നുള്ളൊരു ആസ്പെക്റ്റിൽ നമ്പർ ഓഫ് ട്രേഡ്സിൻ്റെ എണ്ണം കുറയ്ക്കുന്നതിലൂടെ നമുക്ക് എക്സ്പെൻഡിച്ചേഴ്സ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. നമുക്ക് അതേമാതിരി നമ്മുടെ പീസ് ഓഫ് മൈൻഡ് നമുക്ക് നിലനിർത്താൻ പറ്റും. ഈ പ്രൈസ് ഒരു പക്ഷേ മുകളിലേക്ക് പോയാലോ അല്ലെങ്കിൽ താഴ്പോട്ടേക്ക് പോയാലോ ഒന്നും തന്നെ നമുക്ക് മുകളിലേക്കും താഴ്പോട്ടേക്കും പോകണം. അതാണ് നമ്മളുടെ എന്താ പറയുക, ഞാൻ ഫോളോ ചെയ്യുന്ന ഞാൻ ഈ പറഞ്ഞു, ഞാനിത് ഒരു ടോപ്പിക്കിന് വക്താവല്ല, ഞാൻ എൻ്റെ ട്രേഡിംഗ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന ഒരു ക്ലാസ്സാണ് ഈ ഒരു ക്ലാസ്. സോ അതിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ അനുഭവത്തെ മാത്രമാണ് ഞാനിവിടെ മുമ്പിൽ നിർത്തുന്നത്. ഇത് ശരിയാണെന്നോ ഇതാണ് നിങ്ങൾ ഫോളോ ചെയ്യണമെന്നോ ഒന്നും വാദിക്കാനല്ല. അത് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. ഇതൊരു വാദത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് ഞങ്ങൾ എന്തിന് ധരിക്കണമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ചോദ്യം ഉണ്ടെങ്കിൽ എനിക്കതിന് ഉത്തരമില്ല. നിങ്ങളെപ്പോലെ ഞാനൊരു ട്രേഡർ എന്നുള്ള ആസ്പെക്റ്റിൽ ഞാനിത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സന്ദർഭം ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ നമുക്കത് എങ്ങനെയാണ് ഞാനത് ചെയ്യുന്നതെന്നും ഏത് രീതിയിലാണ് നമുക്കത് എങ്ങനെ ആ ഒരു സ്ട്രാറ്റജി ഏത് ഇൻസ്ട്രുമെൻറ്റിൽ എപ്പോൾ അപ്ലൈ ചെയ്യണമെന്നുള്ളതിൻ്റെ ഒരു ബ്രീഫ് എക്സ്പെരിമെൻറ്റ് നമുക്കിവിടെ നടത്തി നോക്കാം. അതിനോടൊപ്പം തന്നെ ആ ഒരു പെർട്ടിക്കുലർ സ്ട്രാറ്റജിയുടെ വിന്നിംഗ് റേഷ്യോ എത്രത്തോളം ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫും കൂടെ നിങ്ങൾക്ക് തരാം. അതും നമുക്കിവിടെ നിന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ലെറ്റ്സ് ബിഗിൻ. സ്ക്രീനിലേക്ക് പോകാം. ഓക്കെ, ബിഫോർ ദാറ്റ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. കുറച്ച് എക്സ്റ്റെൻഡ് ആയിപ്പോയാലും നിങ്ങൾ ശ്രദ്ധയോടുകൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ രീതിയിൽ ആക്ച്വലി പ്രൈസ് ആക്ഷൻ അനാലിസിസ് അറിഞ്ഞിരിക്കണം, ഫണ്ടമെൻ്റൽ അനാലിസിസ് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. പക്ഷേ എന്നാൽ പോലും ഒരു ലൈറ്റായിട്ടുള്ള രീതിയിലെങ്കിലും മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നല്ല മൂവ് തന്നെയാണ്. ഇത് നിങ്ങൾ മാസ്റ്റർ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇത് ഹൈലി വർത്ത്ഫുള്ളായിരിക്കും. എസ്പെഷ്യലി വർക്കിംഗ് ക്ലാസ് പീപ്പിൾസിന് വളരെയധികം ഗുണപ്രദമായിരിക്കും. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ. നോക്കൂ, നമ്മുടെ ധനിൻ്റെ ഓപ്ഷൻ ട്രേഡർ പ്ലാറ്റ്ഫോമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഇവിടെ നമ്മളിപ്പോൾ ഓപ്ഷൻ ട്രേഡറിൽ നമുക്ക് പേ ഓഫ് ഗ്രാഫിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് അതിലെ പ്രോബബിൾ ലോസ്, എത്രയാണ് പ്രോബബിൾ പ്രോഫിറ്റ് എന്നൊക്കെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. സോ ഇതിൽ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു, ഞാൻ സ്ഥിരമായിട്ട് ട്രേഡിൽ എക്സിക്യൂഷൻ നടത്തി ഫോളോ ചെയ്യുന്ന, സ്റ്റിൽ നിങ്ങളോട് ഈ സംസാരിക്കുന്ന സമയത്തും ഈ മാസത്തെ എക്സ്പയറിയിലുള്ള നാച്ചുറൽ ഗ്യാസും എൻ്റെ കയ്യിൽ പൊസിഷനുണ്ട്. അടുത്ത മാസത്തെ എക്സ്പയറിക്കുള്ള നാച്ചുറൽ ഗ്യാസിൻ്റെ ഒരു പൊസിഷനും ഞാൻ ഒരേ സ്ട്രാറ്റജി തന്നെ യൂസ് ചെയ്ത് ഇപ്പോഴേ ഡിപ്ലോയ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇനി അതിൻ്റെ പ്രൂഫ് കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ടും അല്ലെങ്കിൽ ഇത് എൻ്റെ ട്രേഡ് തന്നെയാണ്. നിങ്ങൾ അതിനകത്ത് നിങ്ങൾക്ക് ഞാൻ അതിൽ തന്നെ തുടക്കം കാണിക്കാം. നോക്കൂ, ഇത് നിങ്ങളിവിടെ ശ്രദ്ധിക്കൂ. നാച്ചുറൽ ഗ്യാസിൽ നോക്കൂ, ഞാൻ പറഞ്ഞു ഈ മാസം എന്ന് പറഞ്ഞാൽ ജൂലൈ മന്തിൻ്റെ എക്സ്പയർ ആകുന്ന ഒരു പൊസിഷനും കിടപ്പുണ്ട്. അതേമാതിരി അടുത്ത മാസത്തെ പൊസിഷനും ഞാൻ ഇപ്പം തന്നെ ഓപ്പൺ ചെയ്തിട്ടുമുണ്ട്. ഇത് നിങ്ങൾ പ്രോഫിറ്റ് കാണണമെന്നൊന്നും നിങ്ങൾ നോക്കണ്ട, അത് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ഞാൻ ഇതേ സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്ന ആളാണ് എന്നുള്ളതിന് പ്രൂഫ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കാരണം ഞാൻ ചെയ്യുന്നത് ശരിയാണോ ഇല്ലയോ, ഞാൻ ചെയ്യുന്ന കാര്യം ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തിയതിന് ശേഷം മാത്രമല്ലേ ഞാനത് പറയുന്നത് കൊണ്ട് അർത്ഥമുള്ളൂ. അത് നിങ്ങൾക്ക് വിശ്വാസം വരണം. അതുകൊണ്ട് ഞാനത് കാണിച്ചതാണ്. ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും അല്ല ഞാൻ ഈ സ്ട്രാറ്റജി എടുത്തത്. ഈ ഒരു സ്ട്രാറ്റജി കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ഈ ഒരു പെർട്ടിക്കുലർ റേഞ്ച് പീരിയഡ് ഫോളോ ചെയ്യുന്നു. അതേമാതിരി ഇന്നലെയാണ് ഞാൻ അടുത്ത മാസത്തേക്കുള്ളതും ഞാൻ ഇന്നലെ അതേ സ്ട്രാറ്റജി തന്നെ, സെയിം സ്ട്രാറ്റജി, വേറെ ഒന്നും ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഫോളോ ചെയ്യാൻ ഇന്നലെ അടുത്തതും ബിൽഡ് ചെയ്തു. പക്ഷേ നമ്മുടെ ഇതിൽ സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കുമ്പോൾ ഒരേ ഇൻസ്ട്രുമെൻ്റ് ആയതുകൊണ്ട് അത് ഒരുമിച്ച് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ.
ഓക്കെ, സോ അത് മനസ്സിലാക്കുക. എന്താണ് ആ സ്ട്രാറ്റജി? സ്ട്രാങ്കിൾ സ്ട്രാറ്റജി, ഷോർട്ട് സ്ട്രാങ്കിൾ, വെരി സിമ്പിൾ, വെരി കോമൺ, എല്ലാ പ്രൊഫഷണൽ ട്രേഡേഴ്സിനും അറിയുന്ന ഒരു സ്ട്രാറ്റജി തന്നെയാണ് സ്ട്രാങ്കിൾ സ്ട്രാറ്റജി. സ്ട്രാങ്കിൾ സ്ട്രാറ്റജിയുടെ പ്രത്യേകത എന്താണ് നമ്മൾക്ക് നോക്കാം. നോക്കൂ, ഇതാ ഇവിടെ നാച്ചുറൽ ഗ്യാസ് എടുത്തു. നമുക്ക് ഇവിടെ നിന്ന് സ്ട്രാങ്കിൾ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ATMൻ്റെ ഒരു നിശ്ചിത ദൂരം അകലെയുള്ള കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷൻ, ഔട്ട് ഓഫ് ദ മണി കോൾ ഓപ്ഷൻ ആൻഡ് ഔട്ട് ഓഫ് ദ മണി പുട്ട് ഓപ്ഷൻ. അതിന് ഇത്ര പോയിൻ്റ് ഔട്ട് ഓഫ് ദ മണി തന്നെ സെയിം ഡിസ്റ്റൻസ് തന്നെ പോകണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് പരമാവധി നമ്മുടെ പ്രീമിയം നമ്മൾക്ക് ലഭിക്കുന്ന രീതിയിലുള്ള ഒരു സ്ട്രാറ്റജി. ഞാനിപ്പോൾ ഇന്നലെ ബിൽഡ് ചെയ്ത നാച്ചുറൽ ഗ്യാസ് സ്ട്രാറ്റജിയുടെ തനിയാവർത്തനം തന്നെ നിങ്ങൾക്ക് ഇവിടെ ഞാനിപ്പോൾ ബിൽഡ് ചെയ്ത് കാണിക്കാം. നോക്കൂ, എന്താണ് നാച്ചുറൽ ഗ്യാസ് എടുക്കുക. നമുക്ക് വേണ്ടുന്നത് ഓപ്ഷൻസിൽ പോയിട്ട് നോക്കൂ, ഇതിപ്പോൾ കറണ്ട് മന്താണ്, അതിന് ഇനി 2-3 ഡേയ്സ്, ഇനി ഹാർഡ്ലി 3 ഡേയ്സും കൂടിയുള്ളൂ എക്സ്പയറിക്ക്. അത് കഴിഞ്ഞ് സോ നമ്മൾ അത് വിട്ടേക്കാം. നമ്മൾ ഇപ്പോൾ പുതുതായിട്ട് ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അടുത്ത മാസത്തെ 24th ഓഗസ്റ്റ് എന്ന് പറഞ്ഞൊരു എക്സ്പയറി ഉണ്ട്. അത് ഞാൻ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ എന്ത് വന്നു? ഓപ്ഷൻ ചെയിൻ ഇവിടെ വന്നു. കണ്ടല്ലോ, ഓപ്ഷൻ ചെയിനിൽ ഇപ്പോൾ നിൽക്കുന്ന കറണ്ട് മാർക്കറ്റ് പ്രൈസ് എത്രയാ? സ്പോട്ട് പ്രൈസ് 278. അപ്പോൾ അതിൻ്റെ ATM എത്രയാ? 278 എന്ന് പറയുമ്പോൾ 280 ATM നിൽക്കുന്നു. 280 റേഞ്ചിൽ ഇവിടെ ATM നിൽക്കുന്നുണ്ട്. സോ അല്ലെങ്കിൽ 275. ഇവിടെ നിന്ന് ഞാൻ ഇന്നലെ ഡിപ്ലോയ് ചെയ്തത് ഏതാണ്? കോൾ സൈഡിൽ ഔട്ട് ഓഫ് ദ മണിയിൽ 300 ഒരു കോൾ ഓപ്ഷൻ ഞാൻ സെല്ലും ചെയ്തു. അതേമാതിരി 250 കോൾ ഓപ്ഷൻ ഞാൻ വീണ്ടും പുട്ട് ഓപ്ഷൻ 250 പുട്ട് ഔട്ട് ഓഫ് ദ മണി. നോക്കൂ, കോൾ ഓപ്ഷൻ്റെ ഔട്ട് ഓഫ് ദ 300 എന്ന് പറയുമ്പോൾ എന്താണ്? കോൾ ഓപ്ഷൻ്റെ ഔട്ട് ഓഫ് ദ മണിയാണ്. ഒരു ലെഗ് സെല്ലും ചെയ്തു. അതേമാതിരി പുട്ട് ഓപ്ഷൻ്റെ ഔട്ട് ഓഫ് ദ മണി എത്രയാണ്? ഇപ്പോൾ 275 നിൽക്കുകയാണെങ്കിൽ 250 എന്ന് പറയുന്നത് ഔട്ട് ഓഫ് ദ മണി. അതിൻ്റെ പ്രീമിയം എത്രയാണ്? 4 രൂപ 50 പൈസ. ഇത് 300ൻ്റെ പ്രീമിയം എത്രയാണ്? 7 രൂപ 60 പൈസ. എന്തുകൊണ്ടാണ് ഇത് സെലക്ട് ചെയ്തു എന്നുള്ളത് വെച്ചാൽ നമുക്ക് കുറഞ്ഞ പക്ഷം രണ്ടിൻ്റെയും കൂടി ഇപ്പോൾ നോക്കൂ, ഞാൻ ഇവിടെ നോക്കൂ, ഇപ്പോൾ പേ ഓഫ് ഗ്രാഫ് ഇങ്ങനെ കാണിക്കുന്നു. നോക്കൂ, ഇതാണ് സ്ട്രാങ്കിളിൻ്റെ പേ ഓഫ് ഗ്രാഫ്. ഈ ഒരൊറ്റ സ്ട്രാറ്റജി തന്നെയാണ് ഞാൻ എത്രയോ നാളുകളായിട്ട് ഫോളോ ചെയ്യുന്നത്. ഞാൻ മാത്രമല്ല, എന്നെ കാണുന്ന എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ഒത്തിരി സ്റ്റുഡൻസ് സെയിം സ്ട്രാറ്റജി തന്നെ ഫോളോ ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഞാൻ ഈ പറയുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടെന്ന് പറയുന്നു. അവരുടെയൊക്കെ നമ്പേഴ്സ് നിങ്ങൾക്ക് തരാൻ, നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് നിങ്ങൾക്ക് ചോദിക്കാം. ഇതിൽ കൂടുതൽ ഇനി എനിക്ക് പ്രൂഫ് തരാനില്ല എന്നുള്ളതാണ് എനിക്കത് പറഞ്ഞ് മനസ്സിലായി. പലരുടെയും പ്രശ്നം അതാണ്. അവർ പഠിക്കാനല്ല ഇരിക്കുന്നത്, അവർ ക്രിട്ടിസൈസ് ചെയ്യാൻ മാത്രം ഇരിക്കുന്നവരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. പഠിക്കാനിരിക്കുന്നവർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് മനസ്സിലാകും. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മുൻകൂറായിട്ട് അതും കൂടെ പറഞ്ഞിരുന്നത്. ഇതിന് ഞാൻ എന്തുകൊണ്ട് ഈ സ്ട്രാറ്റജി സെലക്ട് ചെയ്തു എന്നുള്ളത് പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പ്രൈസ് എങ്ങോട്ട് മുകളിലേക്ക് പോയാലും താഴ്പോട്ടേക്ക് പോയാലും ഞാൻ കംഫർട്ടബിൾ ആകണം എന്നുള്ളതാണ്. എൻ്റെ ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ എനിക്ക് പ്രൊട്ടക്റ്റഡ് ആയിട്ട് പരമാവധി, ഒരിക്കലും 100% പ്രൊട്ടക്ഷൻ എന്നോ ഇത് 100% നമുക്ക് പ്രോഫിറ്റിൽ തന്നെ അവസാനിക്കുന്നൊന്നും ഒരു ഗ്യാരണ്ടിയും നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് ഞാൻ എടുത്ത് പറഞ്ഞേക്കാം. പിന്നെ ഇതിനകത്ത് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടതും അത് കാര്യങ്ങളൊക്കെ നിങ്ങളുടേതായിട്ടുള്ള, നിങ്ങൾ എത്രയാണോ നിങ്ങളുടെ റിവാർഡ് അത്ര തന്നെ നിങ്ങൾ സ്റ്റോപ്പ് ലോസും മനസ്സിൽ പ്ലാൻ ചെയ്യുക. കാരണം അൺലിമിറ്റഡ് റിസ്ക്, ഈ ഒരു സ്ട്രാറ്റജി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ മാക്സിമം ലോസ് അൺലിമിറ്റഡ് എന്ന് കാണിക്കുന്നു. അൺലിമിറ്റഡ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് അത് ശരിയാവും? ഇത് നല്ല സ്ട്രാറ്റജി അല്ല എന്ന് നിസ്സാരം പലരും പറയാറുണ്ട്. അത് വെറും അജ്ഞത കൊണ്ട് മാത്രമാണ് നിങ്ങളത് പറയുന്നത്. അൺലിമിറ്റഡ് എന്ന് പറയുന്നത് അത് തിയററ്റിക്കലി ഇറ്റ് ഈസ് അൺലിമിറ്റഡ്. ബട്ട് അതിനെ ലിമിറ്റ് ചെയ്യേണ്ടുന്നത് നോക്കൂ, നമ്മളിവിടുത്തെ കണ്ടീഷണൽ ഇതെന്താണ് ഇത് കാണിക്കുന്നത്? നമ്മളിപ്പോൾ നിൽക്കുന്നത്, സപ്പോസ് ഇതിപ്പോൾ ഞാൻ ഡിപ്ലോയ് ചെയ്താൽ നമ്മളിപ്പോൾ നിൽക്കുന്ന പൊസിഷൻ ഇവിടെയാണ്. ഈ ഒരു പോയിന്റിൽ നിന്നും മുകളിലേക്ക് പ്രൈസ് കയറിപ്പോവാണ് അപ് ടു ഈ അടുത്ത എക്സ്പയറി വരെ 24th ഓഗസ്റ്റിൽ അവസാനിക്കുന്ന ഡേറ്റ് വരെ പ്രൈസ് ഈ റേഞ്ച് വരെ വരുന്നതെന്ന് പറഞ്ഞാൽ എത്ര റേഞ്ചാണ്? ഏതാണ്ട് ഇപ്പം നിൽക്കുന്നതിൽ നിന്നും 7.5% മുകളിലേക്ക് പോകുകയോ അതോ 10% താഴ്പോട്ടേക്ക് വരികയോ ഇതിനുള്ളിൽ
മേളിലേക്കും പോയി, താഴ്പോട്ടേക്കും വന്നു, വീണ്ടും മേളിലേക്ക് പോയി, താഴ്പോട്ടേക്കും വന്നു, മേളിലേക്ക് പോയി, താഴ്പോട്ടേക്കും വന്നു. ഈ റേഞ്ചിനുള്ളിൽ അപ്പോൾ നോക്കൂ, മൊത്തം നമുക്ക് എത്ര പെർസെൻറ്റ്, 7, ഇവിടെ ഒരു 10, മൊത്തം 17-18% നമുക്ക് റേഞ്ച് ഉണ്ട്. അറ്റ് പ്രസൻറ്റ് നിൽക്കുന്ന സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് ഇത്ര റേഞ്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു സ്ട്രാറ്റജീൻ്റെ ഉള്ളിലാണ് പ്രൈസ് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പോവുകയും വരികയും ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അവസാനം എക്സ്പയറിയോട് അടുക്കുമ്പോൾ നമുക്ക് മാക്സിമം കിട്ടാവുന്ന ബെനിഫിറ്റ് എത്രയാണ്? മാക്സിമം കിട്ടാവുന്ന ബെനിഫിറ്റ് നമ്മുടെ കയ്യിൽ കിട്ടും എന്നൊന്നും യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ ഡിപ്ലോയ് ചെയ്താൽ നമുക്ക് മാക്സിമം പ്രോഫിറ്റ് 15,000 കിട്ടാൻ സാധ്യതയുണ്ടെന്ന് ഇവിടെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. പ്ലസ് അതിൻ്റെ നമുക്ക് റിക്വയർഡ് മാർജിൻ, ഈ ഒരു സ്ട്രാറ്റജി ഡിപ്ലോയ് ചെയ്യേണ്ടുന്ന റിക്വയർഡ് ക്യാപിറ്റൽ എത്രയാണ്? 1,13,000 ആണ്. നമുക്ക് ഹെഡ്ജ് ബെനിഫിറ്റ് എല്ലാം ഉൾപ്പെടെ നമുക്ക് എത്രയുണ്ട്? 1,13,000 റുപ്പീസ് നമുക്ക് റിക്വയർഡ് ക്യാപിറ്റൽ. പക്ഷേ 1,13,000 മതി ഇത് ഡിപ്ലോയ് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ നമ്മൾ 1,13,000 മാത്രം അക്കൗണ്ടിൽ വെക്കണം എന്നുള്ളതാണ്. അത് പലർക്കും മിസ്റ്റേക്ക് ഉണ്ടാവും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കുറഞ്ഞ പക്ഷം നിങ്ങളൊരു 1.5 അല്ലെങ്കിൽ 2 ലക്ഷം രൂപയെങ്കിലും നിങ്ങൾ കംഫർട്ടബിളായിട്ട് നമ്മുടെ സ്ട്രാറ്റജി പൊസിഷൻസിന് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഹോൾഡ് ചെയ്യണം എന്നുള്ളതാണ് അടുത്തൊരു തിയറി. ഓക്കെ, ഇത് രണ്ടും നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഇതേ സ്ട്രാങ്കിൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ നിഫ്റ്റി, ശരി, ഇൻഡെക്സ് ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലോ, ഇപ്പോൾ ഇൻഡെക്സ് ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമുക്ക് നിഫ്റ്റി തന്നെ എടുക്കാം. നിഫ്റ്റിയിലാകുമ്പോൾ വീക്കിലി എക്സ്പയറി ആണല്ലോ വരുന്നത്. വീക്കിലി എക്സ്പയറി ബേസിസിലാണെങ്കിലും നമുക്ക് ഈ സ്ട്രാങ്കിൾ, നിങ്ങൾ വേറെ ഒന്നും ചെയ്യുന്നില്ല, സ്ട്രാങ്കിൾ മാത്രം ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ അവിടെയും നമുക്കൊരു ഓപ്ഷൻ നോക്കൂ. നിഫ്റ്റി എടുത്തിട്ട് ഇപ്പോൾ ഇന്ന് എക്സ്പയറി ഡേ ആണ്, നല്ല ശ്രദ്ധിക്കുക. ഇന്ന് എക്സ്പയറി ഡേ. അപ്പോൾ അടുത്ത എക്സ്പയറി എന്ന് പറയുന്നത് 4th August ആണ്. 4th August നാളെയാണ് ശരിക്കും അതിൻ്റെ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അടുത്ത എക്സ്പയറി എടുക്കുക, ഓപ്പൺ ചെയ്യുക. അവിടെയും നമുക്ക് മിനിമം പ്രോഫിറ്റ് ടാർഗറ്റ് നിങ്ങൾ കൊടുക്കുക, നമുക്ക് മാക്സിമം പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് കൂട്ടി കൊടുക്കുക. അതിനെന്ത് വേണം? അപ്പം നമുക്ക് മിനിമം, അതായത് ഹൈ പ്രോഫിറ്റിലേക്ക് പോവാതെ മിനിമം പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ATM നിന്നും ഫാർ ഔട്ട് ഓഫ് ദ മണി, തീരെ ഫാർ വേണ്ട. നമുക്കൊരു നോക്കൂ, 50 ഇപ്പോൾ 23,950 നിൽക്കുന്നു, 24,500 അല്ലെങ്കിൽ അതിനും താഴെ 24,000. ഇപ്പോൾ നോക്കൂ, ആവറേജ് നമുക്ക് 50 റുപ്പീസ്, ഓക്കെ, ദാറ്റ് ഈസ് ഗുഡ്. നമുക്ക് 24,500 റേഞ്ചിൽ നമ്മൾ ഇവിടെ ഒരു സെല്ല് കൊടുക്കുക. അതേമാതിരി എത്ര ഡിസ്റ്റൻസ് എവേ? ഓൾമോസ്റ്റ് 550 പോയിൻറ്റ്സ് എവേ. അതേമാതിരി അത് നിങ്ങൾ LTP നോക്കിയാൽ മതി. LTP എത്ര? 59 രൂപ അല്ലെങ്കിൽ 59-60 രൂപ റേഞ്ച്. കോൾ ഓപ്ഷനിൽ 60 രൂപ റേഞ്ച് വരുന്നൊരു കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യുക. 50 അല്ലെങ്കിൽ 60 റേഞ്ചിലുള്ളൊരു കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യുക. പുട്ട് ഓപ്ഷനിലും അതേമാതിരി 50 അല്ലെങ്കിൽ 60 റേഞ്ചിലുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടെ കുറഞ്ഞിട്ടുള്ള 43 രൂപ റേഞ്ചിലുള്ള ഒരു പുട്ട് ഓപ്ഷൻ നിങ്ങൾ സെല്ല് ചെയ്താൽ നമുക്ക് വീക്കിലി എക്സ്പയറി, നമുക്ക് മാക്സിമം പ്രോഫിറ്റ് എത്രയാണ്? 6,000 രൂപ. വളരെ ചെറിയ ഇതേ ഉള്ളൂ. പക്ഷേ വിന്നിങ്ങിൻ്റെ സാധ്യത നോക്കൂ, 65%, പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് 65%. അതിൻ്റെ റിക്വയർഡ് ക്യാപിറ്റൽ പക്ഷേ കൂടുതലാണ്, ബിക്കോസ് ഓഫ് അത്ര ഡിമാൻഡായിട്ടുള്ള പ്രൊഡക്റ്റാണ് നിഫ്റ്റി ആയത്. പക്ഷേ നമ്മുടെ റിക്വയർഡ് ക്യാപിറ്റൽ 1,84,000 റിക്വയർഡ് ക്യാപിറ്റൽ. ഇതിനും നിങ്ങൾക്ക് 2 lakhs മതി. നിങ്ങൾക്ക് 110 ആണ് റിക്വയർഡ് ക്യാപിറ്റലെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് 2 lakhs മതി. 2 lakhsൻ്റെ ഉള്ളിലുള്ള 184 ആണ് ഇപ്പോഴത്തെ റിക്വയർമെൻ്റ് ആണെങ്കിൽ നിങ്ങൾ 2 lakhs ഫോളോ ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങൾ എത്രയാണ്? നിങ്ങളുടെ മാക്സിമം പ്രോഫിറ്റ് എത്രയാണ്? 6,680 ഒരു 6,500 രൂപ അല്ലെങ്കിൽ 6,000-ന് മുകളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാം എന്നുള്ള ഇതായിരിക്കണം നിങ്ങളുടെ ടാർഗറ്റ് മൈൻഡ്. അപ്പോൾ 6,000-ന് മുകളിലാണ് നിങ്ങളുടെ പ്രോഫിറ്റ്. എപ്പോൾ വന്നാലും നിങ്ങൾ എക്സിറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇത് വീക്കിലി ബേസിസിലാണ്, മന്ത്ലി അല്ല. നേരത്തെ നമ്മൾ കണ്ടത് മന്ത്ലി ബേസിസിൽ 5%, ഇത് വീക്കിലി നിങ്ങൾക്ക് 3.6%. അപ്പോൾ പോയിട്ട് ആ 0.6% നമ്മുടെ ചിലവ് എക്സ്പെൻഡിച്ചേഴ്സിന് പോയാലും 3% നെറ്റ് പോക്കറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ ഓരോ ആഴ്ചയിലും നമുക്ക് 3% കിട്ടിയാൽ തന്നെ ഒരു മാസം എത്രയായി? 12% നമുക്ക് ഒരു ഇൻസ്ട്രുമെൻ്റ് ഒരേ ക്യാപിറ്റൽ കൊണ്ട് തന്നെ നമുക്ക് 12%ലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. സോ ദാറ്റ് ഈസ് എ ഹ്യൂജ് ഡിഫറൻസ്.
അതാണ് അതിൻ്റെ വ്യത്യാസം. ഇത് വീക്കിലിയിലാണ് നമുക്ക് 6,800, അതായത് 3.6%. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ് നോക്കൂ. നിഫ്റ്റി ഇനി വരാൻ പോകുന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രൈസ് എത്ര പെർസെൻറ്റേജ് അപ്സൈഡിൽ 2%, അതായത് 2 കൂടുതൽ പെർസെൻറ്റേജ്, 2.17, അതായത് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 23,900 അല്ലേ. 23,900 1% എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എത്ര 239 പോയിൻറ്റ്സ് ആണ്, അല്ലെങ്കിൽ 250 പോയിൻറ്റ്സ്. അതിൻ്റെ 2% എന്ന് പറയുമ്പോൾ എത്ര, ഓൾമോസ്റ്റ് 500 പോയിൻ്റ് മുകളിലോട്ടോ അതേമാതിരി താഴ്പോട്ടേക്കും ഏതാണ്ട് 500 അല്ല, ഏതാണ്ട് 700 പോയിൻറ്റ്സോളം താഴ്പോട്ടേക്കോ 500 പോയിൻറ്റ്സേക്കോ മുകളിലേക്ക്, ഇത് രണ്ടിൻ്റെ ഇടയിലാണ് വരാൻ പോകുന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ നിഫ്റ്റി ട്രേഡ് ചെയ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും രൂപ 100% നിങ്ങൾക്ക് റിസ്ക് ഫ്രീ ആയിട്ട് നിങ്ങളുടെ പോക്കറ്റിൽ വരുന്നു. റിസ്ക് ഫ്രീ എന്നല്ല, റിസ്ക് നമ്മൾ എടുക്കുന്ന റിസ്കിന് നമുക്ക് റീസണബിൾ ആയിട്ട് നമുക്ക് എന്താ പറയുക, മാർക്കറ്റ് ഹെവി ആയിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഈ പറയുന്ന റേഞ്ചിനുള്ളിലാണ്, അതിനും മേളിൽ പോവുകയാണെങ്കിൽ മാത്രമേ നമ്മൾ ലോസിലേക്ക് പോകത്തുള്ളൂ. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ മാക്സിമം ലോസ് എത്രയാണോ ആ ലോസിൻ്റെ മാക്സിമം കിട്ടാൻ സാധ്യതകൾ എത്രയാണോ അത് തന്നെ 1:1 ഇത്രയും തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, റിസ്ക് എടുക്കുക എന്ന്. അത് പിന്നെ ഇതിൻ്റെ സക്സസ് റേഷ്യോ എത്ര, ഈ ഒരു സ്ട്രാറ്റജിയുടെ സക്സസ് റേഷ്യോ എത്രയാണെന്നുള്ളത് നമുക്ക് ഒന്ന് ടെസ്റ്റും കൂടെ ചെയ്ത് നോക്കാം. അതിനും കൂടിയാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഐഡിയ കിട്ടും. നമ്മുടെ റേഞ്ച് എത്രയാണ്, ഒരു 500 പോയിൻറ്റ്സ് അപ്സൈഡ്, ഒരു 700 പോയിൻറ്റ്സ്, അല്ലെങ്കിൽ 500 1000 പോയിൻറ്റ്സിൻ്റെ അപ്സൈഡ് ആൻഡ് ഡൗൺ സൈഡും കൂടി ടോട്ടൽ ചേർത്തിട്ട് 1000 പോയിൻറ്റ്സിൻ്റെ റേഞ്ച് വെച്ചിട്ട് നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി തന്നെ ഒരാൾ കണ്ടിന്യൂ ചെയ്യുകയാണ് ഫോർ എ ലോങ് പീരിയഡ്, ഒരു 3 മാസം അല്ലെങ്കിൽ ഒരു മാസത്തെ, നമുക്കൊരു മാസത്തെ ആവറേജ് നോക്കാം. എത്ര ഇടത്ത് നമുക്ക് ലോസ് വരുന്നു, എത്ര ഇടത്ത് നമുക്ക് പ്രോഫിറ്റ്, എത്ര വീക്ക് നമ്മൾ ലോസിലാണ്, എത്ര വീക്ക് പ്രോഫിറ്റിലാണ് നമുക്ക് നോക്കാം. അതിനെന്താ വേണ്ടത്, നമുക്ക് ഞാൻ അതിൽ കാണിച്ചു തരാം. നോക്കൂ, നിങ്ങൾക്ക് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് അതേ സെയിം സ്ട്രാങ്കിൾ സ്ട്രാറ്റജി തന്നെ ഞാൻ ജൂൺ മന്തിൽ ഒരു ജൂൺ ഫസ്റ്റ് വീക്കിലെ ഫസ്റ്റ് എക്സ്പയറി നമ്മൾ എടുക്കുന്നു. ജൂൺ 3-ാം തീയതി ആരംഭിക്കുന്ന എക്സ്പയറി, അതിൻ്റെ എക്സ്പയറി ഡേറ്റ് വന്നിട്ട് 9th എക്സ്പയറി അവസാനിപ്പിക്കുന്നത്. അപ്പോൾ 9th എക്സ്പയറിയിൽ ഞാൻ എന്ത് ചെയ്തു, കോൾ ഓപ്ഷൻ്റെ ഒരു 600 പോയിൻറ്റ്സ് ഔട്ട് ഓഫ് ദ മണിയിൽ, ATM നിന്നും 600 പോയിൻറ്റ്സ് ഔട്ട് ഓഫ് ദ മണിയിൽ ഒരു ഓപ്ഷൻ സെല്ല് ചെയ്തു കോൾ സൈഡിൽ. അതേമാതിരി പുട്ട് ഓപ്ഷനിലും അതേമാതിരി 600 പോയിൻറ്റ്സ് എവേ ഔട്ട് ഓഫ് ദ മണിയിൽ ഒരു പുട്ട് ഓപ്ഷൻ, ഒരു കോൾ ഓപ്ഷനും സെല്ല് ചെയ്തു, ഒരു പുട്ട് ഓപ്ഷൻ സെറ്റ് ചെയ്തു. ടോട്ടൽ റിക്വയർഡ് ക്യാപിറ്റൽ 1.7 lakhs, നമുക്ക് 2 lakhsന് താഴെ മതി. എനിക്ക് മാക്സിമം കിട്ടാൻ സാധ്യതയുള്ള പ്രോഫിറ്റ് എത്രയാണ്, ഒരാഴ്ചയിൽ കിട്ടാനുള്ള സാധ്യത 4,800 rupees ആണ്. അങ്ങനെയാണ് ഇതിൻ്റെ പ്രോബബിലിറ്റി ഓഫ് പ്രോഫിറ്റ് നോക്കൂ, 77% കാണിക്കുന്നുണ്ട്. നമുക്കിതൊന്ന് പരീക്ഷിച്ച് നോക്കാം, എത്രത്തോളം പ്രോഫിറ്റ് പ്രോബബിലിറ്റി കിട്ടുമെന്ന് നോക്കാം. നമുക്ക് അന്നേ ദിവസം തന്നെ നമ്മൾ 2,500 പ്രോഫിറ്റ്, 2,900 പ്രോഫിറ്റ് വന്നു, 3,000 rupees പ്രോഫിറ്റ് വന്നു, വീണ്ടും 2,500 ആയിട്ട് കുറഞ്ഞു. എക്സ്പയറിയുടെ തലേനാൾ നമ്മൾ എത്തിക്കഴിഞ്ഞു. എക്സ്പയറിയുടെ തൊട്ട് തലേനാൾ നോക്കൂ, എക്സ്പയറിയുടെ അന്ന് വന്നു കഴിഞ്ഞു. നോക്കൂ, ജൂൺ 9th എക്സ്പയറി രാവിലെ 9:30 വന്നു. പിന്നെ ഓരോ 30 minutes മുന്നോട്ട് പോയി കഴിഞ്ഞു. നമുക്കിപ്പോൾ തന്നെ മാക്സിമം പ്രോഫിറ്റ് എത്രയാണ്, 4,800 ആയിരുന്നു നമുക്ക് പറഞ്ഞിരുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ 4,500 മേളിൽ പ്രോഫിറ്റായി. 10:30 ആയിട്ടേ ഉള്ളൂ. നിങ്ങൾ ഇനി അന്നത്തെ ഫുൾ ഡേ നിങ്ങൾ ഇനി ആ പൊസിഷൻ ക്ലോസ് ചെയ്യാണ്ടിരുന്നാൽ എന്താ സംഭവിക്കാൻ പോകുന്ന അന്നത്തെ ദിവസം നമുക്ക് നോക്കാം. അവസാനം 1:30 മണിയായി, 2 മണിയായി, 2:30 മണി കഴിഞ്ഞു, 3 മണി കഴിഞ്ഞു, 3 മണി കഴിഞ്ഞു, 3:08 ആയപ്പോഴേക്കും 4,849 രൂപ ഓൾമോസ്റ്റ്. ഒന്ന് നോക്കൂ, നമ്മൾ എടുത്തതിൻ്റെ എൻട്രി പ്രൈസ് എത്രയായിരുന്നു, കോൾ ഓപ്ഷൻ്റെ പ്രീമിയം 33 രൂപയായിരുന്നു, അതിപ്പോൾ എത്ര പേര് 10 പൈസയായിട്ട് മാറി. പുട്ട് ഓപ്ഷൻ്റെ പ്രീമിയം 41 രൂപയായിരുന്നു, അത് എത്രയായി, അതും 10 പൈസയായിട്ട് മാറി. സോ ഇത് തന്നെയാണ് നമ്മളുടെ ടാർഗറ്റഡ് പ്രോഫിറ്റ് നോക്കൂ. നമുക്ക് ടാർഗറ്റ് ചെയ്ത അതേ 4,800 രൂപ തന്നെ നമുക്കിവിടെ 4,850 രൂപയാണെങ്കിൽ ഇവിടെ 4,850 നമുക്ക് പ്രോഫിറ്റിലേക്ക് വന്നു കഴിഞ്ഞു. ഇതിന് നമ്മൾ എന്ത് ചെയ്തു, ആകെ ആ ഒരു എക്സ്പയറി ഡേറ്റ് അന്ന് രാവിലെ 9:30ക്കും 9:40ക്കും ഇടയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു സ്ട്രാങ്കിൾ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുക എന്നുള്ള ജോലി മാത്രമേ ഉള്ളൂ. നമ്മൾ ഓവർ എക്സ്പെക്റ്റേഷൻ കൊടുക്കാൻ പാടില്ല. ഒരാഴ്ചയിൽ നമ്മുടെ ക്യാപിറ്റൽ 2 ലക്ഷം രൂപ, ആദ്യത്തെ ആഴ്ചയിൽ നമുക്ക് പ്രോഫിറ്റ് 4,800 രൂപ. 4,800 നിങ്ങൾ പോട്ടെ, ഒരു 500 റുപ്യ നിങ്ങൾ പോട്ടെ, 800 വിട്ടേക്ക്, 4,000 രൂപ എല്ലാ ചിലവും പോയിട്ട്
4000 രൂപ നിങ്ങൾക്ക് നെറ്റ് പ്രോഫിറ്റായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക ഒരു സൈഡ്. വീണ്ടും അടുത്ത ആഴ്ചയിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാം. ഫസ്റ്റ് വീക്ക്, ദെൻ ഗോ ടു ദി സെക്കൻഡ് വീക്ക്. വീണ്ടും നമ്മൾ അടുത്ത എക്സ്പയറിയിലേക്ക് വന്നു. അടുത്തത് June 16 അടുത്ത എക്സ്പയറി. ആ എക്സ്പയറി നമുക്ക് ടൈം 9:30 നമ്മളിത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതേമാതിരി ഒരു അപ്രോക്സിമേറ്റ്ലി ഞാൻ 9:30 വീണ്ടും അപ്പോൾ ATM എത്ര 23,350. അതിൽ നിന്ന് ഔട്ട് ഓഫ് ദ മണി ഞാനൊരു 600 പോയിൻറ്റ് ഔട്ട് ഓഫ് ദ മണിയിലേക്ക് പോവാണ്. അപ്പോൾ 650 നമുക്ക് റൗണ്ട് ഫിഗർ 24,000 വന്നു. ഞാൻ അതിനെന്ത് ചെയ്തു, ഒരു സെൽ ഓപ്ഷൻ കോൾ ഓപ്ഷൻ ഇവിടെ സെല്ല് കൊടുത്തു. അതിൻ്റെ വില എത്ര, പക്ഷേ വെറും 18 രൂപയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് തീരെ കുറഞ്ഞു പോകും. അപ്പോൾ 18 രൂപ എന്ന് പറഞ്ഞാൽ വളരെ കുറവായിട്ടുള്ളൊരു ഫിഗറാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, നമുക്ക് അത് മാറ്റിയിട്ട് കുറച്ചും കൂടി നമുക്ക് പ്രോഫിറ്റബിൾ വരത്തക്ക രീതിയിൽ നമുക്ക് എന്താ ചെയ്യുക, ഒരു 27 രൂപ 550 ഓക്കെ, ഒരു 27 രൂപയുടെ റേഞ്ചിലുള്ളത് നമുക്കൊന്ന് എടുക്കാം. അപ്പോൾ എത്രയാ 550 പോയിൻറ്റ്. അതേമാതിരി പുട്ട് സൈഡിലും അതേമാതിരി ഒരു 40 രൂപ റേഞ്ച് കിട്ടത്തക്ക രീതിയിൽ പുട്ട് സൈഡിൽ നമ്മൾ എടുക്കാം. സോ ഇപ്പോഴും നമുക്ക് റേഞ്ച് എത്ര വന്നു നോക്കും, മുകളിലേക്ക് 2.5% മുകളിലേക്കും അതേമാതിരി ഏതാണ്ട് 2%, അതായത് 500-600 പോയിൻറ്റ്സ് മുകളിലേക്കോ അത്രയും തന്നെ താഴ്പോട്ടേക്കോ അങ്ങോട്ടേക്കോ ഇങ്ങോട്ടേക്കോ ഒരാഴ്ചയ്ക്കുള്ളിൽ പോയിട്ട് അവിടെ നിന്ന് കയറി ഇറങ്ങി നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഈ പ്രോഫിറ്റ് കിട്ടും എന്നുള്ളതാണ് നമ്മുടെ പോയിൻ്റ്. നമ്മുടെ ക്യാപിറ്റൽ മൊത്തം 2 ലക്ഷം തന്നെയാണ്. നമ്മളതിൽ ആദ്യത്തെ ആഴ്ച നമ്മൾ 4000 രൂപ എല്ലാ ചിലവും പോയിട്ട് 4000 രൂപ നമ്മൾ കൃത്യമായിട്ട് നമുക്ക് ഇതൊക്കെ കറക്റ്റ് ഡേറ്റയാണ്, ഇതൊന്നും ഫോൾസ് ഡേറ്റ അല്ല, കറക്റ്റ് ഡേറ്റയാണ്. നമുക്ക് 4000 ലഭിച്ചു കയ്യിൽ. വീണ്ടും അടുത്ത ഡേറ്റ നോക്കാം. നമുക്ക് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതാ നോക്കൂ, June 11 ജൂൺ ഇപ്പോൾ തന്നെ നമുക്ക് 900 റുപ്പീസ് റേഞ്ച് നിൽക്കുന്നു. 1500 1200, വീണ്ടും 2900 3000 ദെൻ വീണ്ടും 1000 കുറഞ്ഞു, വീണ്ടും 5000. സഡൻലി ഒരു ഗ്യാപ്പ് അപ്പ് ഉണ്ടായി, കണ്ടോ, ഗ്യാപ്പ് അപ്പ് ഉണ്ടായപ്പോൾ അത് 1000 5000 റുപ്പീസ് ലോസിലേക്ക് പോയി, പിന്നെ അത് 2000 റുപ്പീസ് ലോസിലേക്ക് പോയി, പിന്നെ അത് 182 വീണ്ടും കുറഞ്ഞു, പിന്നെ അത് 1300 പ്രോഫിറ്റിലേക്ക് വന്നു, വീണ്ടും ലോസിലേക്ക്. അന്നത്തെ June 16 നമ്മുടെ മാക്സിമം ലോസ് എത്രയാണെന്ന് നോക്കൂ. അതും ഫൈനൽ നമ്മൾ 2.5 മണിക്ക്. പക്ഷേ ഇതിനുള്ളിൽ നമുക്ക് പല ആവർത്തി നമ്മൾ പ്രോഫിറ്റിലേക്കൊക്കെ വന്നു. ബട്ട് നമ്മൾ ആസ് എ തിയറിറ്റിക്കലി നമ്മൾ പഠിക്കുമ്പോൾ ഈ ആഴ്ച നമുക്ക് ലോസ് എത്ര 1400 രൂപ ലോസ്. ഓക്കെ, സോ നമ്മൾ ആ ലോസ് ബുക്ക് ചെയ്യുക. 1400 എന്ന് വെച്ചാൽ 1430 നമുക്ക് പ്ലസ് 1500 തന്നെ നിങ്ങൾക്ക് ലോസ് ബുക്ക് ചെയ്തോളൂ. 1500 നിങ്ങൾ കൺസിഡർ ചെയ്തോളൂ. അടുത്ത ആഴ്ചത്തേക്ക് പോകാം. അപ്പോൾ ആ ഒരാഴ്ച നമുക്ക് ലോസ് പോയി. ഓക്കെ, നമുക്ക് ഇവിടെ അൺലിമിറ്റഡ് ലോസ് എന്നൊക്കെ കാണിച്ചു. ഇവിടെ അൺലിമിറ്റഡ് ലോസ് ആണോ, അത് കവർ ചെയ്ത് വരുമ്പോഴേക്കും എക്സ്പയർ ആയി കഴിയുമ്പോൾ അൺലിമിറ്റഡ് ആയിട്ടുള്ള ലോസ് നമുക്ക് എന്തുകൊണ്ടാണ് അൺലിമിറ്റഡ് ലോസ് പോവില്ല, ഒരു പരിധി വരെ നമ്മുടെ ഇവൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഒരു ലെഗേ ലോസ് പോകത്തുള്ളൂ, ഇനിയൊരു ലെഗ് പ്രോഫിറ്റിൽ തന്നെ വരും. സോ വലിയ രീതിയിൽ നമുക്ക് ലോസിലേക്കും പോകത്തില്ല. എന്നാൽ റീസണബിളി ഈ ലോസ് ആണോ അത് അക്സെപ്റ്റ് ചെയ്യാൻ തന്നെ നമ്മൾ ശ്രമിക്കണം. സോ ദെൻ ഗോ ടു ദ തേർഡ് വീക്കിൽ നമ്മൾ എന്ത് ചെയ്യുക, തേർഡ് വീക്കിലും അതേമാതിരി ക്ലിക്ക് ചെയ്യുക. തേർഡ് വീക്ക് സ്റ്റാർട്ട് ചെയ്യുക. 9:30 ഓപ്പൺ ചെയ്തു ഞാൻ. 9:30 നമുക്ക് അപ്രോക്സിമേറ്റ് ടൈം 9:30 ATM എത്ര 24,000 നമുക്ക് റീസണബിൾ പ്രീമിയം ഒരു 24 റുപ്പീസ് നമുക്കിവിടെ കിട്ടണം, അല്ലെങ്കിൽ 15 നമുക്ക് നോക്കാം. എത്രയാ നമുക്ക് മാക്സിമം പ്രോഫിറ്റ് എത്ര കിട്ടും നോക്കാം. ഒരു 550 പോയിൻറ്റ്സ് ഔട്ട് ഓഫ് ദ മണി കോൾ ഓപ്ഷൻ, അതേമാതിരി ഒരു 500 പോയിൻറ്റ്സ് ഔട്ട് ഓഫ് ദ മണി പുട്ട് ഓപ്ഷൻ. ഇത് രണ്ടും നമ്മൾ എടുക്കുന്നു. അപ്രോക്സിമേറ്റ്ലി നമുക്ക് നല്ല റേഞ്ച് ഒരു 3000 റുപ്പീസ് നമ്മൾ പ്രോഫിറ്റ് ടാർഗറ്റ് വെക്കുന്നു. 3000 നമുക്ക് മാക്സിമം എത്ര കിട്ടും നമുക്ക് നോക്കാം, ശ്രമിച്ച് നോക്കാം. ജസ്റ്റ് ഗോ അഹെഡ് 1 by 1. മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എക്സ്പയറി 23rd ഇപ്പോൾ 19th June നമുക്കിപ്പോൾ തന്നെ 2200 പ്രോഫിറ്റിലാണ്. 2600 700 900 23rd കറക്റ്റായിട്ട് എക്സ്പയറി ഡേയിൽ നിൽക്കുകയാണ് നമ്മളിപ്പോൾ. നമ്മുടെ 3000 റുപ്പീസ് ടാർഗറ്റഡ് പ്രോഫിറ്റാണ്. 2983 വന്നു കഴിഞ്ഞു. ഇനി ആകെ വരാനൊന്നുമില്ല, ചെറിയ തോതിലുള്ള ചേഞ്ചസേ ഉള്ളൂ. ഇപ്പോൾ 3000 വീണ്ടും നോക്കൂ, 3 മണിയായപ്പോഴേക്കും അത് 3000 റുപ്പീസായി, 3016 3022 മാക്സിമം പ്രോഫിറ്റ്. 3000 റുപ്പീസ് നമ്മൾ പ്രതീക്ഷിച്ച അതേ പ്രോഫിറ്റ് ഇവിടെ വന്നു കഴിഞ്ഞ് നിങ്ങൾക്ക് നോട്ട് ചെയ്യുക. 3000 റുപ്പീസ് പ്രോഫിറ്റ്. ആദ്യത്തേതിൽ 4000 പ്രോഫിറ്റ്, രണ്ടാമത്തേതിൽ 1500 ലോസ്, മൂന്നാമത്തേതിൽ 3000 പ്രോഫിറ്റ്. ഇത്രയും കാര്യങ്ങൾ ഓർമ്മ വെച്ചോളൂ. 4000 ആദ്യത്തെ പ്രോഫിറ്റ്, ദെൻ അത് കഴിഞ്ഞിട്ട് അത് 1500 ലോസ്, 4000 പ്രോഫിറ്റ് മൈനസ് 1500 ലോസ്, പ്ലസ് നമുക്കിപ്പോൾ 3000 റുപ്പീസ് പ്രോഫിറ്റ്.
ഓക്കെ, ഇത് ടോട്ടൽ നമ്മുടെ ക്യാപിറ്റൽ 2 ലക്ഷം തന്നെയായിരുന്നു. ഇനി അടുത്ത ഏറ്റവും അവസാനത്തെ ആഴ്ചയിലേക്ക് പോവാണ്. അവസാനത്തെ ആഴ്ചയിലേക്ക് നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന്. ഇതാ വന്നു 24th 30th ജൂൺ എക്സ്പയറി. അത് നമുക്ക് സമയം 9:30 നമ്മൾ അപ്രോക്സിമേറ്റ്ലി വരുന്നു. ഇത് ഈ ഒരു ടൈമിൽ 9:30 9:40 റേഞ്ചിലുള്ള നിങ്ങൾ ഇത് ബിൽഡ് ചെയ്യുന്നതായിട്ട് കൺസിഡർ ചെയ്യുക. 23,900 ആണ്. അപ്പോൾ നമുക്ക് മാക്സിമം 22 പ്രീമിയം അല്ലെങ്കിൽ 22 റുപ്പീസ് പ്രീമിയം ഉള്ള ഒരു കോൾ സൈഡിലൊരു കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യുക. അതേമാതിരി പുട്ട് ഓപ്ഷനിൽ നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ കിട്ടത്തക്ക രീതിയിലൊരു നോക്കൂ, ഒരു 35 അല്ലെങ്കിൽ 30 റുപ്പീസ് പുട്ട് ഓപ്ഷൻ രണ്ടും കൂടെ ചേർത്ത് 3,400 റുപ്പീസ് 399 3,400 റുപ്പീസ് പ്രോഫിറ്റ്. പ്രോബബിലിറ്റി ഓഫ് പ്രോഫിറ്റ് ഇത്ര 78% ആണ്. ഫാസ്റ്റായിട്ട് നമ്മൾ മുന്നോട്ട് നീങ്ങി നോക്കിയാൽ ഒരു ദിവസം നമുക്ക് ഇത്ര കിട്ടി. പിന്നെ അത് മുന്നോട്ട് പോകുന്നു. ജൂൺ 25th ആയി 1,400. ദെൻ മുന്നോട്ട് പോകുമ്പോൾ നോക്കൂ, ജൂൺ 29th ആയി. ജൂൺ 30th രാവിലെ 10:30 മണിക്ക് 11 മണി അടുപ്പിച്ചായി. 12:45 3,390 3,400 ഫൈനൽ മാക്സിമം പ്രോഫിറ്റ്. ഓൾമോസ്റ്റ് അത് 3,300 ഇവിടെ എത്തിക്കഴിഞ്ഞു. വീണ്ടും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക നോക്കൂ, 1:30 1:30 മണി കഴിഞ്ഞു, 2 മണിയായി, 2:30 മണിയായി, ഇപ്പോൾ 3 മണിയായി. 3 മണി കഴിഞ്ഞു. ഇനി ആകെ 15 മിനിറ്റ്. ഇതാണ് ലാസ്റ്റ് ടൈം. 3,399 വരെ 93 രൂപ നമുക്ക് കറക്റ്റായിട്ട് പ്രോഫിറ്റ്. അതിൽ 393 വിട്ടേക്കു. ആദ്യത്തേലൊരു നമ്മൾ 800 റുപ്പീസ് നമ്മൾ ലീവ് ചെയ്തു. അപ്പോൾ ഈ ഒരു മാസത്തെ ടോട്ടൽ എക്സ്പെൻഡിച്ചേഴ്സ് എന്ന് പറയുന്നത് 800 പ്ലസ് ഈ പറഞ്ഞ 400 1,200 തന്നെയായിരിക്കും ഈ 4 ട്രേഡ് ഡേ ബൈയും സെല്ലും ചേർത്ത് നിങ്ങൾക്ക് ഉണ്ടാവുക, മാക്സിമം ഉണ്ടാവുക. അപ്പോൾ അതിൽ നിന്ന് 3,000 റുപ്പീസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പ്ലസ് 3,000 നോക്കൂ, 8,500 റുപ്പീസ് ടോട്ടലി. നിങ്ങളുടെ ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ എത്ര? 2 ലക്ഷം രൂപ തന്നെയാണ് നിങ്ങളുടെ ടോട്ടൽ ക്യാപിറ്റൽ. 2 ലക്ഷത്തിന് 8,500 റുപ്പീസ് നിങ്ങൾക്ക് പ്രോഫിറ്റ് കയ്യിൽ വന്ന കാര്യത്തെ പറ്റിയാണ്. അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ വന്ന കാര്യത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഒരേ സ്ട്രാങ്കിൾ സ്ട്രാറ്റജി നമ്മൾ ഫോളോ ചെയ്തിട്ട് പിന്നിൽ നമുക്ക് എന്ത് ലഭിച്ചു നോക്കൂ. 8,000 റുപ്പീസ് 8,500, അതായത് 10,000. ഇതൊരു 10,000 ആയിരുന്നു എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾ നോക്കൂ. എങ്കിൽ എത്രയായി? നിങ്ങളുടെ ഇൻവെസ്റ്റഡ് ക്യാപിറ്റലിൻ്റെ 5% ചിലവെല്ലാം പോയിട്ട് നെറ്റ് പ്രോഫിറ്റ് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പാകത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ പ്യുവറായിട്ട് ക്രെഡിറ്റ് ചെയ്യാൻ പാകത്തിന് നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രോഫിറ്റ് 8,500. അതൊരു വലിയ കാര്യമൊന്നുമല്ല സാർ എന്ന് പലർക്കും തോന്നിയെന്ന് വരാം. പക്ഷേ ഇത് തന്നെയാണ് വലിയ കാര്യം. ഒരു മാസം നിങ്ങളുടെ ഇൻവെസ്റ്റഡ് ക്യാപിറ്റലിൻ്റെ 5% വന്നില്ല. ഒരു 1,500 റുപ്യയും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 5% വന്നേനെ. എന്നാൽ നമ്മൾ 5% കിട്ടിയതായിട്ട് കൺസിഡർ ചെയ്ത് പോട്ടെ. 4% ആണെങ്കിലോ എത്രയായി? 4% ആണെങ്കിൽ അത് 1% 8,000 റുപ്പീസ് അല്ലേ? 4%. ഇതിപ്പോൾ നിങ്ങൾക്ക് 4% പ്ലസ് നിങ്ങൾക്ക് എന്തുണ്ട്? പ്രോഫിറ്റ് ഉണ്ട്. അതേ 4% വെച്ച് നിങ്ങൾ പെർ ആനം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. 2 ലക്ഷത്തിന് 4% ഒരു മാസം നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഒരു വർഷം 48%. ഇതിനകത്ത് തന്നെ നമ്മൾ എന്തൊക്കെ കണ്ടു? 4 ആഴ്ചത്തെ ട്രേഡിൽ ഒരാഴ്ച ലോസും നമ്മൾ കണ്ടു. നമ്മൾ കൊടുക്കേണ്ടുന്ന ലോസും നമ്മൾ കൊടുത്തു, റീസണബിൾ ലോസ് നമ്മൾ കൊടുത്തു. എന്നിട്ടാണ് നമ്മൾക്ക് ഈ 4% കിട്ടിയിരിക്കുന്നത്, ആവറേജ് 4%. സോ ഇതിനെയാണ് എന്ത് പറഞ്ഞ പ്രൊഫഷണൽസ് യൂസ് ചെയ്യുന്നത്. എന്താണ്? ചുമ്മാ എന്തേലുമൊക്കെ ഒരു ട്രേഡ് എടുക്കത്തില്ല. ദേ വിൽ യൂസ് പ്രൊഫഷണൽ ട്രേഡിംഗ് ജേണി. അപ്പോൾ അതിന് വേണ്ടുന്ന സ്ട്രാറ്റജീസ് അവർ ബിൽഡ് ചെയ്യും. ഇതിപ്പോൾ ഒരു ചെറിയൊരു എക്സാമ്പിൾ മാത്രമാണ്. അനേകം കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഒരു പ്രൊഫഷണൽ ഒരു ട്രേഡ് സെറ്റപ്പ് എന്താണെന്ന് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കൊരു പ്രൈസ് ആക്ഷൻ അനാലിസിസ് നടത്താൻ വേണ്ടിയിട്ട് പ്രൊഫഷണൽ സെറ്റപ്പ്, പ്രൊഫഷണൽ ട്രേഡേഴ്സ് യൂസ് ചെയ്യുന്ന രീതി, മെത്തേഡ്സ്, അത് EMA ബേസിസിൽ ഒരു ഇത് പറഞ്ഞിരുന്നു. ഈ ഒരു വിഷയത്തിൽ എന്താണ് നമ്മൾ പഠിച്ചത്? ഈ ഒരു വിഷയത്തിൽ എങ്ങനെ ഈ ഓപ്ഷനിൽ തന്നെ നമുക്ക് റിസ്ക് കുറച്ചിട്ടുള്ള, റിസ്ക് ഫ്രീ അല്ല, റിസ്ക് കുറഞ്ഞ ഒരു റിവാർഡ്
പ്രോബബിലിറ്റി കൂടുതൽ, റിസ്ക് കുറഞ്ഞ, എന്നാൽ റിവാർഡിൻ്റെ ലെവൽ കുറവായിരിക്കാം, പക്ഷേ റിവാർഡിൻ്റെ പ്രോബബിലിറ്റി കൂടുന്ന ഒരു സ്ട്രാറ്റജി എങ്ങനെ നമുക്ക് ഫോളോ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ ഇവിടെ പഠിപ്പിച്ചത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇത് ഞാൻ ഫോളോ ചെയ്യുന്ന വ്യക്തി ആയതുകൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മൾക്ക് വിശ്വസിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഇതേമാതിരി ഇനിയും 1-2 സ്ട്രാറ്റജീസ് ഉണ്ട്. ബാറ്റ്മാൻ സ്ട്രാറ്റജി എന്ന് പറയും. ഇതേ സ്ട്രാങ്കിളിൽ തന്നെ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബാറ്റ്മാൻ എന്ന് പറഞ്ഞ സ്ട്രാറ്റജി ആയിട്ട് മാറും. അതും നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് സ്ട്രാങ്കിൾ എപ്പോഴും നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം എക്സ്റ്റൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ATM നിന്നും പരമാവധി ദൂരം കൊടുക്കണം. എന്നാൽ നമ്മുടെ പ്രീമിയവും അതേമാതിരി ലഭിക്കുകയും വേണം. നമുക്ക് കുറഞ്ഞ പക്ഷം ഒരു ട്രേഡിൽ നമുക്ക് ഒരാഴ്ചത്തെ നിഫ്റ്റിയുടെ ട്രേഡിൽ നമ്മൾ 2 ലക്ഷം രൂപ മുടക്കുമ്പോൾ നമുക്കൊരു മിനിമം എല്ലാ ചിലവും പോയിട്ടൊരു 3000 രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ നമുക്കൊരു 3000 രൂപ കയ്യിൽ വരണം എന്നുള്ള ഒരു ആസ്പെക്റ്റിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീസണബിളി പ്രോഫിറ്റ് ലഭിക്കും. ഇതൊരു കൺസിസ്റ്റൻസി നേടിയെടുക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഒരു പേഷ്യൻസ് വളരെ റിസ്ക്കും വളരെ കുറവ്, പേഷ്യൻസും നിങ്ങൾക്ക് നല്ല പോലെ മിണ്ടാതെ വെയിറ്റ് ചെയ്ത് ഒരു കുഞ്ഞും അറിയാത്ത രീതിയിൽ നിങ്ങൾ പാട്ടിന് നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കാൻ പറ്റും. സ്ലോലി ആദ്യത്തെ 1 വർഷമൊന്നും നിങ്ങൾ ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് മനസ്സിലാവില്ല. പിന്നെയാണ് ഇതിൻ്റെ ഗ്രോത്ത് വളരെ എക്സ്പോണൻഷ്യലി അത് വളരും. വെറും ഒരു കേസ് ലോട്ടിന് 1 ലെഗിനാണ് ഞാൻ ഈ 2 lakhs കേസ് പറയുന്നത്. ഇത് ക്യാപിറ്റൽ അനുസരിച്ചിട്ട് നിങ്ങൾ ഇതേ സാധനം നിങ്ങൾ 10 lakhs ഉള്ള ഒരാൾക്ക് ഇതേ സെയിം സ്ട്രാറ്റജി 5 ലെഗ് അങ്ങ് ഓപ്പൺ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ആ നമുക്ക് വരുന്ന ഇത് കൂടും. പക്ഷേ പെർസെൻറ്റേജ് 2 ലക്ഷം മുടക്കുന്ന ആൾക്കും 10 ലക്ഷം മുടക്കുന്ന ആൾക്കും ഒന്ന് തന്നെയായിരിക്കും. പക്ഷേ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ക്യാപിറ്റൽ ഇൻറ്റൻസിറ്റി, അവരുടെ പ്രോഫിറ്റിൻ്റെ ലെവൽ കൂടുന്നു എന്നുള്ളത്, അത്രയേ ഉള്ളൂ. ഓക്കെ, സോ ഇത് മനസ്സിലാക്കുക, പഠിക്കാൻ ശ്രമിക്കുക. ഞാൻ പറയുന്ന കാര്യത്തിൽ എന്താണുള്ളതെന്നുള്ള വീഡിയോയിൽ എന്താണ് ഞാൻ പരാമർശിച്ചിട്ടുള്ളത് അതിന് ഡീറ്റെയിൽ ആയിട്ട് അനാലിസിസ് നടത്താൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ദൻ ഓപ്പൺ ചെയ്യുക, ദൻ ഡൗൺലോഡ് ചെയ്യുക, ദന്നിലൂടെ നിങ്ങൾക്ക് സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് നിങ്ങൾ ഇത്തരം സ്ട്രാറ്റജീസിൽ തന്നെ ഒരേ സ്ട്രാങ്കിളിൽ തന്നെ നിങ്ങൾക്ക് വ്യത്യസ്ത പ്രോഫിറ്റ് പ്രോബബിലിറ്റിയിലേക്കൊക്കെ പോവാം. പക്ഷെ കൂടുതൽ പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ബിൽഡ് ചെയ്താൽ എന്ത് പറ്റും, റിസ്ക് കൂടുതലായിരിക്കും. ഈ ലെവൽസ് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്ക് ഹൈ നമുക്ക് മാക്സിമം മുകളിലേക്കും മാക്സിമം താഴ്പോട്ടേക്കും നമുക്ക് എന്ത് വേണം, പ്രൊട്ടക്ഷൻ വേണം. അപ്പോൾ അങ്ങനെ പ്രൊട്ടക്ഷൻ കൂടുതൽ എടുക്കും തോറും നമുക്ക് കിട്ടുന്ന റിവാർഡ് കുറച്ച് കുറയും. പക്ഷേ പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് കൂടും. പക്ഷേ പ്രൊട്ടക്ഷൻ കുറയും തോറും നമുക്ക് റിവാർഡ് കൂടാനുള്ള സാധ്യത ഉണ്ടാകും. പക്ഷേ പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് കുറയും. ഇതാണ് അതിൻ്റെ വ്യത്യാസം. ഓക്കെ, സോ വീഡിയോ ഒബ്സർവേഷൻ നടത്താൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും നിങ്ങളത് ഒബ്സർവ് ചെയ്യാൻ ശ്രമിക്കുക, നല്ലപോലെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് മസ്റ്റായിട്ട് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. താങ്ക് യു. Investments in the securities market are subject to market risk. Read all the related documents carefully before investing.